This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. രാജഗിരിയിലെ കബനി ബ്ലൂ മെറ്റൽസ് ക്വാറിയിൽ നടന്ന ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് കൂറ്റൻ കല്ലുകൾ രാജഗിരി ജോസ്ഗിരി PWD റോഡിലേക്ക് പതിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയായിരുന്നു സംഭവം. മലമുകളിൽ നിന്ന് അതിവേഗത്തിൽ പതിച്ച കല്ലുകൾ തട്ടി ടാറിംഗ് റോഡ് ഒരടിയിലധികം താഴ്ന്നുപോയി. ഇതോടെ ഈ റൂട്ടിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ റോഡിലേക്ക് ഉരുണ്ടു വീണ കല്ലുകൾ നിരവധി മരങ്ങളും 5 വൈദ്യുതി തൂണുകളും തകർത്തു. കല്ലുകൾ പതിക്കുന്നതിന് തൊട്ടു മുൻപാണ് സ്കൂൾ വാഹനവും ജീപ്പും ബൈക്കും ഈ വഴി കടന്നുപോയത്. കല്ലുകൾ കൂടുതൽ താഴേക്ക് മറിഞ്ഞിരുന്നെങ്കിൽ രാജഗിരി ടൗണും സമീപത്തെ വീടുകളും വൻ അപകടത്തിൽപ്പെടുമായിരുന്നു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ക്വാറിക്കെതിരെ ജനങ്ങൾ കാലങ്ങളായ പ്രതിഷേധത്തിലാണ്. ഉന്നതതല അന്വേഷണം നടന്നിട്ടും ആശങ്കകൾ പരിഹരിക്കാതെ ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകിയതാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമെന്ന് രാജഗിരി പൈതൃക സംരക്ഷണ സമിതി ആരോപിച്ചു. ക്വാറിയിൽ നിന്നുള്ള മണ്ണും അവശിഷ്ടങ്ങളും മഴക്കാലത്ത് താഴേക്ക് ഒഴുകിയാൽ ടൗൺ തന്നെ നശിക്കുമെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതായും ഭാരവാഹികളായ സ്കറിയ നടുവിലേക്കൂറ്റ്, ബിനോയ് മുതുകാട്ടിൽ എന്നിവർ പറഞ്ഞു. അപകടസ്ഥലം സന്ദർശിച്ച ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി എന്നിവർ ക്വാറിക്ക് അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് അറിയിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്ത് അംഗങ്ങൾ, UDF സ്ഥാനാർത്ഥി V. കുഞ്ഞികൃഷ്ണൻ, പോലീസ്, KSEB ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നമുക്ക് അനുകൂലമായ ADM കൊടുത്ത റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം ഇവർ ഒതുക്കി വെച്ചു. കലക്ടർ തന്നെ കൊടുത്ത റിപ്പോർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ ഇവർ ഒതുക്കി വെച്ചു. നല്ല ഇവർ പറയുന്നതാണ് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഭീകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഭീകരമായ അവസ്ഥ ജനങ്ങൾ പഞ്ചായത്തിൽ വന്ന് അറിയിച്ചപ്പോൾ ഇതിന് അനുമതി കൊടുത്തവർക്ക്, ഇതിനോട് അനുകൂലിച്ചവർക്കൊക്കെ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അവസ്ഥകളെല്ലാം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനായി ഞങ്ങൾ ലെറ്റർ അയച്ചതാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവർ ഈ വകുപ്പുകളെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇന്നും ഈ പ്രദേശത്തുള്ള ജനങ്ങളോടൊപ്പമാണ്. അവരുടെ ആശയങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനിയും ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇനിയും നമുക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകും. ഇതിനേക്കാൾ വലിയ ദുരന്തമാണ് ഇനി ഇവിടെ നടക്കാനിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ അനുമതി കൊടുത്ത വകുപ്പുകൾ ഇവിടെ വന്ന് ഇത് നോക്കി ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തി ഒരു പഠനം നടത്തി അത് മനസ്സിലാക്കാതെ ഈ കല്ല് ഇവിടുന്ന് മാറ്റാനോ, ഈ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കും ഈ കല്ല് ഇവിടുന്ന് മാറ്റാൻ ഒക്കത്തില്ല. അവർ വന്നത് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത് ഇവിടുന്ന് നീക്കാനുള്ള അനുമതി ഉണ്ടാവുള്ളൂ. അതിന് എപ്പോഴും പഞ്ചായത്ത് ഭരണസമിതി ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം എന്നും കൂടെ ഉണ്ടായിരിക്കും. 9-ാം വാർഡിൽ ശ്രീ വിവേക് വിജയൻ പൊട്ടാശ്ശേരിയിൽ കാക്കനാട് എന്നവരുടെ പേരിലുള്ള ബ്ലൂ മെറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, ആ കമ്പനിയുടെ അധീനതയിൽ ഇപ്പം ഈ ജോസ്ഗിരി റോഡിൽ വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന വൈകുന്നേരങ്ങളിൽ ധാരാളം സ്കൂൾ ബസ്സുകളും ചെറിയ കുട്ടികളെ അടക്കം കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ഒരുപാട് കടന്നു പോകുന്ന പ്രദേശമാണ്. ആ സമയത്താണ് വലിയ സ്ഫോടനം. 3 മണിക്ക് ശേഷം ഇവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും എനിക്ക് തോന്നുന്നു 8 മീറ്റർ വീതിയിലുള്ള ഈ റോഡ് മുഴുവൻ ബ്ലോക്കാക്കുന്നതിൽ വലിയൊരു പാറ ഇവിടെ വന്നിട്ട് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ഒരുപക്ഷെ ഈ വലിയൊരു ഭയാനകമായ ദുരന്തമാണ് ഇന്നിവിടെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ ബ്ലൂ മെറ്റൽസ് എന്ന പേരിലുള്ള ഈ ക്വാറിക്ക് അതിന് ലൈസൻസ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപേക്ഷ വന്നിരുന്നു. KSMART വഴി ഒരു അപേക്ഷ വന്നിരുന്നു. അപേക്ഷ വന്നപ്പോൾ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇതിനെതിരെ നഖശിഖാന്തം എതിർക്കുകയും യാതൊരു കാരണവശാലും ഇതിന് ലൈസൻസ് നീട്ടിക്കൊടുക്കരുത്, അതിന് റിന്യൂ ചെയ്ത് കൊടുക്കരുതെന്നുള്ള കർശനമായ നിലപാട് സ്വീകരിച്ചു. അതുപ്രകാരം KSMART വഴി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം തന്നെ ഇതിന്റെ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. എങ്കിൽ പോലും ഈ കമ്പനി വീണ്ടും അതിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ ബന്ധപ്പെട്ട 5ഓളം വകുപ്പുകളുടെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, അതേപോലെ ഡിസ്ട്രിക്ട് ഇമ്പാക്ട് ആൻഡ് എൻവയോൺമെന്റ് വകുപ്പ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ സർട്ടിഫിക്കറ്റ്, സർവേ മാപ്പ്, ഇതെല്ലാം ഏകദേശം 5ഓളം സർട്ടിഫിക്കറ്റുകൾ
സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.